ഗുഡ് മോർണിംഗ്. കർത്താവ് ധാരാളം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ച് അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരെ ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. അപ്പോൾ നമ്മളെ പുത്രന്മാരായിട്ട് ദത്തെടുക്കുക, അതിന് നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുക. ഇനി ദൈവമേ നല്ല വിളിക്കേണ്ടത് അപ്പ, ഡാഡി, പിതാവേ. കാരണം എന്താ, നമ്മളിപ്പോൾ മക്കളാണ്. പണ്ടോ അടിമയായി. ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പോഴും അപ്പ, വർഷങ്ങളായി വിശ്വാസം വന്നിട്ട് ഇപ്പോഴും എന്തുകൊണ്ട് അപ്പ എന്ന് വിളിക്കാൻ പറ്റാത്തതെന്നറിയാം. സ്പിരിച്വൽ ഗ്രോത്ത് വന്നിട്ടില്ല. ശിശുവാണ്, തിരിച്ചറിവായിട്ടില്ല, അവകാശത്തെക്കുറിച്ച് ഒരു ബോധ്യമില്ല. ഗുരു, നിങ്ങൾ മക്കളായതുകൊണ്ട്, മക്കളാകുമെന്നല്ല, മക്കളായതുകൊണ്ട് വിശ്വസിക്കുന്ന ഏവർക്കും മക്കളാകാൻ അധികാരം കൊടുത്തു. നമ്പർ 1. ദെൻ ദോസ് ഹു ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാവിൽ നടത്തപ്പെടുന്ന ഏവരും അത്രേ ദൈവത്തിൻ്റെ മക്കൾ. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ അതേ ആത്മാവ്. യേശു ക്രിസ്തു പിതാവ് സ്വകൃഷ്ണ പിതാവെ എന്നല്ല പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. അതേ പൊസിഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. ഇപ്പം മനസ്സിലായി. നമ്മൾ വാസ്തവത്തിൽ ദൈവം നമ്മളെ കാണുന്നത് ദാസനായിട്ടല്ല, അല്ലെ അടിമയായിട്ടല്ല, പുത്രന്മാരായിട്ടാണ്. പക്ഷെ നമുക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഇല്ലാത്തത് കൊണ്ട്, സ്പിരിച്വൽ ബേബീസ് ആയിരിക്കുന്നത് കൊണ്ട് നമ്മളിപ്പോഴും ഒരു ദാസന് തുല്യന, അല്ലെങ്കിൽ ഒരു ലോക മനുഷ്യന് തുല്യന. ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്പിരിച്വൽ ആണോ സോളിഷ് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ സ്പിരിച്വൽ ഒരു വീണ്ടും ജന്മം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്രമമായിട്ടുള്ളൊരു വളർച്ച ഉണ്ടാകും, ഗ്രോത്ത് ഉണ്ടാകണം. ഒരു ശിശുവായിട്ടിരിക്കുന്നത് കുറച്ച് വർഷങ്ങളാണ്. അതിനുശേഷം ബാലനാവും, പിന്നെ യുവാവാകും, പിന്നെ പുരുഷന് നല്ല മച്ചുറായിട്ടുള്ള ആളാകും. അപ്പം ഇങ്ങനെ തന്നെ ആത്മീയത്തിലും. പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയ വർഷങ്ങൾ നമ്മളൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടും. എന്ത് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായി? എന്താ, എവിടെയാണ് ഉണ്ടായി? നമ്മുടെ ഒരു ഫ്രണ്ട്, കർത്താവിനെ അറിയാത്ത നമ്മുടെ ഒരു ഫ്രണ്ടും, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിനെ അറിയാത്ത നമ്മുടെ ഒരു അയൽവാസി, നമ്മൾ എന്താ വ്യത്യാസം? എവിടെയാണ് വ്യത്യാസം? അവൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നില്ല, നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകും. നമ്മളിടയ്ക്ക് ഓൺലൈൻ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ പ്രസംഗങ്ങൾ കേൾക്കുന്നു, അവൻ അതൊന്നും കേൾക്കില്ല. നമ്മൾ ക്രിസ്ത്യാനികൾ കേൾക്കുന്നു, അവൻ സിനിമാ പാട്ട് കേൾക്കുന്നു. ഇതല്ലാതെ ഇവിടെ വ്യത്യാസം. നമ്മുടെ മനോഭാവവും അവരുടെ മനോഭാവവും, നമ്മുടെ ഹൃദയവും അവരുടെ ഹൃദയവും നമ്മൾ എന്താ വ്യത്യാസം? ചിന്തിച്ച് നോക്കുക. കമ്പയർ യുവർ സെൽഫ്, അല്ല, കമ്പയർ അവർ സെൽഫ് വിത്ത് അതേഴ്സ്, ജഡ്ജ് അവർ സെൽഫ്. ഞാൻ ആത്മീയനാണെന്ന് പറഞ്ഞു, ഞാൻ ക്രിസ്ത്യനാണെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയാണ് എനിക്കത് ആ വ്യത്യാസം കാണിക്കാനുള്ളത്? കർത്താവ് നോക്കുമ്പോൾ എങ്ങനെയാണ് എന്നെ ഐഡൻറ്റിഫൈ? എന്നെ മകനായിട്ട് ഈ ഭൂമിയിലേക്ക് വീണ്ടെടുത്തു, അല്ലെങ്കിൽ വീണ്ടും ജന്മം തന്നു. ഇത്ര വർഷമായി ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു. നമ്മൾ പറയുന്ന ആചാരപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്തു. ചെറുപ്പത്തിൽ തന്നെ മാമൂസ മുക്കി, അല്ല എല്ലാ കാര്യങ്ങളും കൂതാശകളെല്ലാം സ്വീകരിച്ച് എല്ലാം ചെയ്തു. പക്ഷേ വാട്ട്സ് ദ ഡിഫറൻസ്? എന്തുകൊണ്ടാണ് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുന്നില്ല? അതെന്തുകൊണ്ടാണ്? അതിനകത്ത് നമ്മളായിരിക്കുന്ന സഭകൾക്ക് ഭയങ്കര ഒരു ഉത്തരവാദിത്വം. ഞാനത് ക്രിട്ടിസൈസ് ചെയ്യല്ല, അങ്ങനെ ചിന്തിക്കില്ല. എൻ്റെ സത്യം എൻ്റെ കർത്താവിനറിയാം എൻ്റെ വേദന തോന്നുന്നു. എനിക്ക് സങ്കടം തോന്നും പല പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും, പല ടീച്ചിങ്സ് കേൾക്കുമ്പോഴും. ഞാൻ പെർഫെക്റ്റ് ആണെന്നോ അല്ല പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫേസ്ബുക്കിലാണ് തോന്നുന്നു, ഒരു നല്ലൊരു ദേവദാസൻ പ്രസംഗം ഞാൻ കേട്ടു. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ മറ്റു സഭകളെ കുറ്റം പറയുകയാണെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹത്തിലല്ല. എനിക്കതിനോട് യോജിപ്പില്ല. കാരണം ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളെല്ലാം അങ്ങ് ലൂസാക്കി വിടണമെന്നല്ല, അല്ല ആരെന്ത് പറഞ്ഞാലും അതെല്ലാം നമ്മൾ അംഗീകരിക്കണം, അതിനോട് മിണ്ടായിരിക്കണം എന്നല്ല. ചിലതിനോട് നമ്മൾ പ്രതികരിക്കേണ്ടി വരും. കർത്താവ് പ്രതികരിച്ചില്ലേ? എന്തിനാ കർത്താവ് ചാട്ടവാറെടുത്തത്? പറ. എന്നാൽ പിന്നെ ഇവരെ കച്ചവടം ചെയ്തിട്ട് ഇവിടെ നല്ലൊരു ബിസിനസ് സാധ്യതയുള്ള അവരങ്ങ് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ പോരെ? ഈ ആലയത്തിൽ ആൾക്കാരെ ഇഷ്ടം പോലെ വരുന്നുണ്ട്, അവർക്കൊരു സർവീസാണ്. നാണയം മാറാം, പ്രാവീണ്യം മേടിക്കുക. നമ്മളാണ് ഒരു ജീവിക്കട്ടെ. എല്ലാം കർത്താവിനും, എല്ലാം ദൈവത്തിൻ്റെ മക്കളല്ലേ, എല്ലാം യഹൂദന്മാരല്ലേ. എന്തിനാ ചാട്ടവാറെടുത്തത്?
അപ്പോൾ ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളാം. നോ, ചിലതിനെ നമ്മൾ ഇപ്പം ഞാനിത് പറയുമ്പോൾ എനിക്കത് കുറേ പേർക്കെങ്കിലും അത് പ്രയോജനപ്പെടും. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയുമ്പം അത് വിവേചിക്കാൻ പറ്റും. അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് ഡിസേൺമെൻറ്റ് കിട്ടും, ഇതല്ല ശരി. അതിനുവേണ്ടി ഞാൻ ആരെയും കുറച്ച് കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല, എനിക്ക് പറ്റിയത് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, നല്ല മീനിങ്ങിൽ. അപ്പോൾ നമ്മൾ ആ സ്പിരിച്വൽ ലീഡേഴ്സ്, അതിപ്പോൾ ഏത് സഭയുടെ ആണെങ്കിലും അവർക്കാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. എന്ന് 1 പത്രോസ് വായിച്ചപ്പോൾ അതിൻ്റെ 4-ലോ 5-ലോ പറയുകയാണ്, നിങ്ങളുടെ കർത്താവ് ഫലമേൽപ്പിച്ചിരിക്കുന്ന ആടുകളെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന രീതിയിൽ വേണം അവരെ പരിപാലിക്കാൻ. എന്ന് പറഞ്ഞാൽ വലിയ ആഗ്രഹത്തോടെ ഒരു പ്രതിഫലത്തിന് വേണ്ടിയിട്ടായിരിക്കും, അവരുടെ നന്മ മാത്രമായിരിക്കണം നമ്മൾ മനസ്സിലുണ്ടാകുക. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനെ സേവിക്കാമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ല സ്ഥാനമാനങ്ങൾക്കോ എൻ്റെ സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ടോ എൻ്റെ സപ്പോർട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ സഭ വലുതാക്കാൻ വേണ്ടിയിട്ടോ, എൻ്റെ സഭയല്ല കർത്താവിൻ്റെ സഭയല്ല. ആ ബോധ്യം നമുക്കുണ്ടാകും. കർത്താവ് അനുഗ്രഹിക്കും.